നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയുടെ പബ്ലിക് ഡെപ്റ്റ് എങ്ങനെ നിയന്ത്രിച്ച് നമ്മുടെ രാജ്യത്തെ ഒരു സൂപ്പർ പവർ ആക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇത് മൂന്നാം ഭാഗമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതാണ് നാം ഈ പോഡ്കാസ്റ്റിൽ ചിന്തിക്കുന്നത്. ഇന്ത്യക്ക് വിദേശ കറൻസി വരുമാനം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ദേശീയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഇന്ത്യയുടെ പ്രധാന വെല്ലുവിളികൾ എണ്ണ ഇറക്കുമതി, ഡോളർ പുറത്തേക്ക് പോകുന്നത്, വ്യാപാരക്ഷാമം, ട്രേഡ് ഡെഫിസിറ്റ്, വിദേശ കടപ്പലിശ. ഇത് മറികടക്കാൻ ഇന്ത്യ ഉൽപ്പാദനവും കയറ്റുമതിയും അധിഷ്ഠിതമായ മഹാശക്തിയാവണം. ഇന്ത്യയുടെ മൊത്തം ഗുഡ്സ് പ്ലസ് സർവീസസ് എക്സ്പോർട്ട്സ് ഏകദേശം $821 ബില്യണിലെത്തി. അടുത്ത ലക്ഷ്യം 1 ട്രില്യൺ എക്സ്പോർട്ട്സ് ആയി ഇരിക്കണം. ഇന്ത്യയെ AI പ്ലസ് IT പ്ലസ് ഡിജിറ്റൽ സർവീസ് എംപയർ ആക്കുക. നിലവിലെ സ്ഥിതി ഇന്ത്യയുടെ IT ആൻഡ് സർവീസ് എക്സ്പോർട്ട്സ് $380 ബില്യൺ പ്ലസ്. ITES എക്സ്പോർട്ട്സ് മാത്രമേ ഏകദേശം $200 ബില്യൺ. വലിയ ദേശീയ പദ്ധതി ഡിജിറ്റൽ ഇന്ത്യ ഗ്ലോബൽ ഗ്രിഡ്. ലക്ഷ്യം ലോകത്തിലെ AI, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ്, സോഫ്റ്റ്വെയർ, ഡിജിറ്റൽ ഗവേണൻസ് സർവീസസ് ഇന്ത്യയിൽ നിന്ന് നൽകുക. നിർമ്മാണം 100 പുതിയ AI ടെക് സിറ്റീസ്, നാഷണൽ GPU സൂപ്പർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഗ്ലോബൽ AI ഔട്ട്സോഴ്സിംഗ് ഹബ്സ്, ഇന്ത്യൻ AI ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഇന്ത്യൻ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ. നിലവിലെ IT എക്സ്പോർട്ട്സ് 200 ബില്യൺ. അടുത്ത 10 വർഷത്തെ ലക്ഷ്യം അത് $700 ബില്യൺ ആയിരിക്കണം. അധിക വിദേശ കറൻസി വരുമാനം ഏകദേശം $500 ബില്യൺ നേടാൻ കഴിയും. 2 സെമി കണ്ടക്ടർ മെഗാ മിഷൻ. ഇന്ന് ഇന്ത്യ ചിപ്പുകൾ കൂടുതലും ഇറക്കുമതി ചെയ്യുന്നു, അതുകൊണ്ട് ഡോളർ പുറത്തേക്ക് പോകുന്നു. ഭാവിയിലെ AI യുദ്ധത്തിൽ ഇന്ത്യ പിന്നിലാകാം. അതിനുള്ള ഒരു ദേശീയ പദ്ധതി ആവിഷ്കരണം ചെയ്ത് നടപ്പിലാക്കണം. ഭാരത് സിലിക്കൺ വാലി മിഷൻ. പ്രധാന മേഖലകൾ: 1 ചിപ്പ് ഫാബ്രിക്കേഷൻ പ്ലാന്റ്സ്, 2 സെമി കണ്ടക്ടർ കെമിക്കൽ ഇക്കോസിസ്റ്റം, 3 വാട്ടർ മാനുഫാക്ചറിംഗ്, 3 വേഫർ മാനുഫാക്ചറിംഗ്, 4 ചിപ്പ് ഡിസൈൻ യൂണിവേഴ്സിറ്റീസ്, 5 AI ചിപ്പ് എക്സ്പോർട്ട്സ്. നിലവിലെ നിക്ഷേപങ്ങൾ 1.6 ലാക്സ് കോഴ്സ് സെമി കണ്ടക്ടർ പ്രൊജക്റ്റ് അംഗീകരിച്ചിട്ടുണ്ട്. കണക്ക്: ഇപ്പോഴത്തെ സെമി കണ്ടക്ടർ ഇമ്പോർട്ട്സ് $35 to 40 ബില്യൺ പെർ ഇയർ. 15 വർഷത്തിനധികം ഇമ്പോർട്ട്സ് 70% കുറയ്ക്കാം. എക്സ്പോർട്ട്സ് $100 ബില്യൺ പെർ ഇയർ ആയി ഉയർത്താം. ഇതിൻ്റെ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മൊത്തം ഫോറിൻ കറൻസി ഇമ്പാക്റ്റ് $130 ബില്യൺ പെർ ഇയർ പോസിറ്റീവ് എഫക്റ്റ് എക്കണോമിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. 3 ഗ്രീൻ എനർജി എക്സ്പോർട്ട് സൂപ്പർ പവർ. ഇന്ത്യക്ക് സൂര്യപ്രകാശവും ഭൂമിശാസ്ത്രവുമായ വലിയ അനുഗ്രഹമാണ്. ദേശീയ പദ്ധതി സോളാർ ഗ്രീൻ
ഹൈഡ്രജൻ കോറിഡോർ. ലക്ഷ്യങ്ങൾ: ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ മാനുഫാക്ചറിംഗ് നേഷനാക്കി മാറ്റണം. ഗ്രീൻ ഹൈഡ്രജൻ എക്സ്പോർട്സ്, ബാറ്ററി എക്സ്പോർട്സ്, EV എക്സ്പോർട്സ്. ഇന്ത്യയുടെ നിലവിലെ റിന്യൂവബിൾ ലക്ഷ്യങ്ങൾ 2030 500 GW നോൺ ഫോസിൽ കപ്പാസിറ്റി. അതിൻ്റെ കണക്ക്: ഓയിൽ ഇമ്പോർട്ട്സ് $150 to $170 ബില്യൺ പെർ ഇയർ. 20 വർഷ പദ്ധതി. ഓയിൽ ഇമ്പോർട്ട്സ് 50% കുറച്ചാൽ $75 ബില്യൺ പെർ ഇയർ സേവിങ്സ് നടത്താൻ കഴിയും. ഗ്രീൻ ഹൈഡ്രജൻ എക്സ്പോർട്സ് 40 to 60 ബില്യൺ പെർ ഇയർ. ടോട്ടൽ ഫോറിൻ എക്സ്ചേഞ്ച് എഫക്റ്റ് $130 ബില്യൺ പെർ ഇയർ. അടുത്തത് നാലാമത്തത് ഗ്ലോബൽ മാനുഫാക്ചറിംഗ് കോറിഡോർ പദ്ധതി. മെഗാ ഭാരത് ഇൻഡസ്ട്രിയൽ കോറിഡോർസ്. മേഖലകൾ: ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, ഓട്ടോമൊബൈൽസ്, എയ്റോസ്പേസ്, മെഡിക്കൽ ഡിവൈസസ്, പ്രിസിഷൻ എഞ്ചിനീയറിംഗ്. പ്രധാന മോഡൽ: ചൈന ഉപയോഗിച്ച മാനുഫാക്ചറിംഗ് മോഡൽ നാം കാണാതെ പോകരുത്. കണക്ക്: ഇന്ത്യയുടെ മെർച്ചൻഡൈസ് എക്സ്പോർട്സ് $437 ബില്യൺ. നാം ലക്ഷ്യം വെക്കേണ്ടത് $1.5 ട്രില്യൺ എക്സ്പോർട്സ്. അധിക ഫോറിൻ കറൻസി 1 ട്രില്യൺ പെർ ആയിരിക്കണം. അഞ്ചാമത് ടൂറിസം സിവിലൈസേഷൻ പ്രൊജക്റ്റ്. ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സ്പിരിച്വൽ, കൾച്ചറൽ, മെഡിക്കൽ ടൂറിസം സാധ്യതയുണ്ട്. ദേശീയ പദ്ധതി സേക്രഡ് ഭാരത് ഗ്ലോബൽ ടൂറിസം മിഷൻ. മേഖലകൾ: സ്പിരിച്വൽ ടൂറിസം, ആയുർവേദ, യോഗ റിട്രീറ്റ്സ്, ടെമ്പിൾ സർക്യൂട്ട്സ്, ഇക്കോ ടൂറിസം, ഹിമാലയൻ ടൂറിസം, ഫിലിം ടൂറിസം, എക്സെട്ര. കണക്ക്: നിലവിൽ ടൂറിസം ഫോറിൻ എക്സ് $30 to $35 ബില്യൺ എസ്റ്റിമേറ്റ്. ലക്ഷ്യം $150 ബില്യൺ പെർ ഇയർ. ആവശ്യമായത് ബുള്ളറ്റ് ട്രെയിൻസ്, സ്മാർട്ട് എയർപോർട്ട്സ്, ടൂറിസം സിറ്റീസ്, ഗ്ലോബൽ ബ്രാൻഡിംഗ്. ആറാമതായി ഡിഫൻസ് എക്സ്പോർട്ട് റെവല്യൂഷൻ. ഇന്ത്യ ഇപ്പോൾ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിൽ നിന്ന് എക്സ്പോർട്ടർ ആകാൻ തുടങ്ങുന്നു. പദ്ധതി ഭാരത് ഡിഫൻസ് എക്സ്പോർട്ട് കമാൻഡ്. മേഖലകൾ: മിസൈൽസ്, ഡ്രോൺസ്, ഫൈറ്റർ ജെറ്റ്സ്, നേവൽ സിസ്റ്റംസ്, സൈബർ വാർഫെയർ സിസ്റ്റംസ്. നിലവിലെ വളർച്ച: ഡിഫൻസ് എക്സ്പോർട്സ് റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടുണ്ട്. കണക്ക് ഇപ്പോൾ 3 to 4 ബില്യൺ എക്സ്പോർട്സ്. അടുത്ത 15 വർഷ ലക്ഷ്യം $75 to $100 ബില്യൺ പെർ ഇയർ. അടുത്തത് ഏഴാമത്തത് റുപ്പി ഇന്റർനാഷണലൈസേഷൻ പ്രോജക്റ്റ് പദ്ധതി. ഗ്ലോബൽ റുപ്പി ട്രാക്ക് നെറ്റ്വർക്ക്. ലക്ഷ്യം ഓയിൽ ട്രേഡ് ഇൻ റുപ്പീസ്, ബ്രിക് സെറ്റിൽമെന്റ് സിസ്റ്റം, ഡിജിറ്റൽ റുപ്പി ഇന്റർനാഷണൽ യൂസ്. ഫലം: ഡോളർ ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ കഴിയും. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പ്രഷർ കുറയ്ക്കാനും നമുക്ക് കഴിയും. അടുത്തത് എട്ടാമത്തത് സ്പേസ് ഇക്കണോമി മിഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ഇതിനധികം ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട്. പദ്ധതി ഇന്ത്യൻ ഓർബിറ്റൽ ഇക്കണോമി. മേഖലകൾ: സാറ്റലൈറ്റ് എക്സ്പോർട്സ്, സ്പേസ് ഇൻ്റർനെറ്റ്, ലൂണാർ മൈനിങ് റിസർച്ച്, കൊമേഴ്സ്യൽ ലോഞ്ചസ്. കണക്ക്: ഗ്ലോബൽ സ്പേസ് ഇക്കണോമി 1 ട്രില്യൺ ഫ്യൂച്ചർ മാർക്കറ്റ്. ഇന്ത്യയുടെ ലക്ഷ്യം 10% മാർക്കറ്റ് ഷെയർ, വിച്ച് ഈസ് ഈക്വൽ ടു $100 ബില്യൺ പെർ ഇയർ പൊട്ടൻഷ്യൽ. അടുത്തത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്. ലോകത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അമേരിക്കയിലും യൂറോപ്പിലും പോകുന്നു. ഇന്ത്യയിൽ നിന്ന് അഭ്യസ്ത വിദ്യരായ
യുവാക്കൾ വിദേശങ്ങളിലേക്ക് ഒഴുകുന്നു. ഇന്ത്യക്ക് ലോ കോസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് അഡ്വാൻറ്റേജ്, ടെക്നോളജി, ടാലൻറ്റ് ഇവ വലിയ ശക്തികളാണ്. പദ്ധതി സ്റ്റഡി ഇൻ ഭാരത് മിഷൻ കണക്ക് സാധ്യതയ്ക്ക് 1 CR ഫോറിൻ സ്റ്റുഡൻസ് ഓവർ ഡെക്കേഡ്സ്. ആനുവൽ ഫോറിൻ എക്സ്ചേഞ്ച് പൊട്ടൻഷ്യൽ 50 to 100 ബില്യൺ പെർ ഇയർ നമ്മുടെ രാജ്യത്തിന് നേടാൻ കഴിയും. അടുത്തത് 10ാമത്തത് ഓഷ്യൻ ഇക്കണോമിക് മിഷൻ. ഇന്ത്യക്ക് വലിയ കടൽ അതിർത്തിയുണ്ട്. പദ്ധതി ബ്ലൂ ഭാരത് ഇക്കണോമിക് ഗ്രിഡ്. മേഖലകൾ ഡീപ് സീ മൈനിങ്, മാരിടൈം ട്രേഡ് ഹബ്സ്, പോർട്ട് ഇക്കണോമി, ഫിഷറീസ് എക്സ്പോർട്സ്, അണ്ടർ വാട്ടർ എനർജി. സാധ്യത $150 ബില്യൺ പെർ ഇയർ എക്കണോമി. ഇന്ത്യയുടെ ഭാവി സാമ്പത്തിക ഗണിതം മേഖല, വാർഷിക ഫോറിൻ കറൻസി പൊട്ടൻഷ്യൽ എന്നിവയുടെ ക്രമത്തിൽ. മേഖല IT ആൻഡ് AI $700 ബില്യൺ, മാനുഫാക്ചറിംഗ് $1 ട്രില്യൺ പ്ലസ്, സെമി കണ്ടക്ടർ $100 ബില്യൺ, ഗ്രീൻ എനർജി $130 ബില്യൺ, ടൂറിസം $150 ബില്യൺ, ഡിഫൻസ് $100 ബില്യൺ, സ്പേസ് ഇക്കണോമി $100 ബില്യൺ, എഡ്യൂക്കേഷൻ $100 ബില്യൺ, ഓഷ്യൻ എക്കണോമി $150 ബില്യൺ. മൊത്തം സാധ്യത 20-25 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യക്ക് $3 to 4 ട്രില്യൺ ആനുവൽ എക്സ്പോർട്ട് എക്കണോമി സൃഷ്ടിക്കാൻ കഴിയും. നോട്ട് ദ പോയിന്റ്. 20-25 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യക്ക് $3-4 ട്രില്യൺ ആനുവൽ എക്സ്പോർട്ട് ഇക്കണോമി സൃഷ്ടിക്കാൻ കഴിയും. അതിനുള്ള സാധ്യതയുണ്ട്. ഇത് സംഭവിച്ചാൽ രൂപ ശക്തമായി തീരും, വിദേശ കട സമ്മർദ്ദം കുറയും. ഇന്ത്യ ലോകത്തിലെ ടോപ്പ് 3 സാമ്പത്തിക സൂപ്പർ പവറായി മാറും. അത് ഇന്ത്യ ലോകത്തിലെ ടോപ്പ് 3 സാമ്പത്തിക ശക്തികൾ സ്ഥിരമായി മാറണം. ഒരു വർഷം മാത്രമല്ല, അത് സ്ഥിരമായി നിലനിർത്താൻ കഴിയണം. അതിനുള്ള പ്രധാന കാര്യങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. സുപ്രധാന സത്യം എന്നാൽ വിദേശ കറൻസി സമ്പാദിക്കുന്ന രാജ്യം മാത്രമാണ് ദീർഘകാലത്തിൽ സാമ്പത്തികമായി സ്വതന്ത്രമാവുന്നത്. വിദേശ കറൻസി സമ്പാദിക്കുന്ന രാജ്യം മാത്രമാണ് ദീർഘകാലത്തിൽ ഒരു എക്കണോമിക് സൂപ്പർ പവറായി മാത്രം മാറുന്നത്. 1 AI ടെക്നോളജി, 2 മാനുഫാക്ചറിംഗ്, 3 സെമി കണ്ടക്ടർ, എനർജി ഇൻഡിപെൻഡൻസ്. ഇവ ആയിരിക്കണം ഇന്ത്യയുടെ സാമ്പത്തിക ആയുധങ്ങൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, എന്തൊക്കെയാണ്? AI പ്ലസ് ടെക്നോളജി, മാനുഫാക്ചറിംഗ്, സെമി കണ്ടക്ടർ, എനർജി ഇൻഡിപെൻഡൻസ്. ഇവയായിരിക്കണം ഇന്ത്യയുടെ സാമ്പത്തിക ആയുധങ്ങൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഷാജു ജോൺ പോഡ്കാസ്റ്റ് എന്ന ഈ പുതിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.